ഒരു മനുഷ്യനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മറ്റൊരു മനുഷ്യർ അടിച്ചു കൊല്ലുന്നു. അതിനു മുമ്പേ 2 ദിവസം മുമ്പേ അതേ വാർത്ത വന്നു. ഇതിങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് കുറച്ച് സമയങ്ങളിലായിട്ട് കാണാത്തൊരു വാർത്ത എന്താണ്? തെരുവ് നായ്ക്കൾ മനുഷ്യനെ ആക്രമിച്ചു എന്നാണ്. തെരുവ് നായി എന്ന് പറയുന്നത് നമ്മുടെ വിഭാഗത്തിൽ പെടുന്നല്ല. അതിനെ നമ്മൾ നായി പട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. തെരുവ് നായി ആക്രമിക്കുന്നു. മനുഷ്യനെ ആക്രമിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മനുഷ്യനെ കെട്ടിയിട്ട് ആ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അയാളുടെ നിലവിളിയിൽ അഭിരമിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് നമുക്ക് ഹൃദയമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. നമ്മള് ഹാർട്ട് അറ്റാക്ക് വരും, അതുകൊണ്ട് എക്സസൈസ് ചെയ്യണം, നടക്കാൻ വേണ്ടി പോകണം, സ്ട്രോക്ക് വരും, ഭക്ഷണം കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഹൃദയമാണല്ലോ നമ്മുടെ കണ്ണുനീരുണ്ടാക്കുന്നത്. മറ്റുള്ളവന്റെ വിഷമവും വേദനകളും എല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചേർത്ത് നിർത്തുമ്പം നമ്മുടെ ഹൃദയത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല എക്സസൈസാണ്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന എത്ര നിമിഷങ്ങൾ കഴിഞ്ഞ വർഷം നമ്മളിലേക്ക് കടന്നു വന്നു പോയിട്ടുണ്ട്. 2025 ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവസാനിക്കും. ആ 2025 നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തെല്ലാം നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റും, എന്തെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ എത്രമാത്രം എൻ്റെ സഹജീവികളോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഞാൻ എത്രമാത്രം ഞാൻ നടന്നു വന്ന ഇടവഴികളിലൂടെ നിരന്തരം കാണുന്ന മനുഷ്യനെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നിയത്. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ തൊണ്ടയാട് ബസ് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന ആളുകൾ ഉണ്ടാകും. ആ തൊണ്ടയാട് ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടാവും. അവരെ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ, അവരെവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ വേലികളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ മതിലുകൾ കെട്ടി, നമ്മുടെ വേലികൾ പോയി, നമ്മുടെ ഇടവഴികൾ റോഡുകളായി മാറിയപ്പം ആ കൊടുക്കൽ വാങ്ങൽ ബന്ധം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആൻഡ്രോയിഡ് ഫോണിനകത്ത് റീൽസുകൾ കണ്ട് നീക്കുന്ന ഒരു ദൈർഘ്യം മാത്രമാണ് മനുഷ്യന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഒരു ഇമോജിയിലേക്ക് മാത്രം. അതായത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് ദേഷ്യം പിടിച്ചാൽ നമ്മൾ ചിലപ്പോ കൊഞ്ഞനം കാട്ടും, കണ്ണൂരിട്ടും, അങ്ങനെ കുറച്ച് ഭീകരമായ രൂപങ്ങളാണ് നമുക്ക് കാണുക. പക്ഷെ നിങ്ങളുടെ ഫോണിന്റെ ആൻഡ്രോയിഡ് ഫോണിന്റെ വാട്സപ്പിന്റെ ഒരു സൈഡിൽ ഇമോജികൾ ഉണ്ട്. ആ ഇമോജികളിൽ ആയിരക്കണക്കിന് വൈവിധ്യമാർന്നിട്ടുള്ള മുഖഭാവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് അയക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരാളുടെ സ്നേഹം തോന്നിയാൽ 100 നിറത്തിലുള്ള സ്വർണത്തിന്റെ ഹൃദയങ്ങൾ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. അത്രമാത്രം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട്. ആ ടെക്നോളജി വളരുമ്പോഴും നമ്മുടെ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ വളരെ ചെറുതായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇപ്പോ ഫ്രണ്ട്ഷിപ്പ് മാറി സിറ്റുവേഷൻ ഷിപ്പായി മാറി, വൺ ഡേ ഷിപ്പായി. ഒരു ദിവസം മാത്രം സൗഹൃദം, നീണ്ടകാലത്തെ സൗഹൃദങ്ങളില്ല. ക്ലാസ്മേറ്റ്സുകളെല്ലാം പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായി ടൂർ പോകാൻ തുടങ്ങി. അപ്പോഴും അവർ അന്വേഷിക്കുന്നില്ല ഇയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ആ ജീവിക്കുന്നതിലേക്കും മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. ന്യൂ ഇയർ ക്ലബ്ബ് യുവതാര കോട്ടൂളിയുമായിട്ടും എല്ലാം സഹകരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ന്യൂ ഇയർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ വാർഷിക പരിപാടി ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്നത് കൊണ്ട് മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ 15 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ന്യൂ ഇയർ ക്ലബ്ബ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അകത്ത് പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നിശബ്ദമായെങ്കിലും അവർ നടത്തുന്ന പ്രവർത്തനം ഈ നാട്ടിലെ യുവജനങ്ങളെ മയക്കുമരുന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതൊരു അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രദേശത്തെ ഓരോ വീട്ടിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ന്യൂ ഇയർ ക്ലബ്ബുകാരന്റെ ഒരു ഹൃദയം, ഒരു ചേർത്ത് പിടിക്കൽ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ്.
ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്തും ന്യൂ ഇയർ ക്ലബിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഇടമുണ്ട്. ആ ഇടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. പുതിയ കാലം എന്താണ്? നിങ്ങൾ എന്നെ കഴിഞ്ഞ 2025 അതിന് മുമ്പേ കണ്ടതിൽ നിന്ന് വേറെ കുറെ ഇടങ്ങളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് വൈവിധ്യമാർന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ കോഴിക്കോട് നഗരത്തിലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ന്യൂ ഇയർ ക്ലബിന്റെ ആളുകളാണ് അതിന് സഹകരിച്ചത്. ആ മനുഷ്യർ, തെരുവിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത മനുഷ്യർ എന്നോട് ഇപ്പോഴും സ്നേഹം കാണിക്കാറുണ്ട്. എനിക്ക് ഭക്ഷണം കിട്ടാത്ത സമയത്ത് എനിക്ക് ഭക്ഷണം തന്നവരാണ് എന്ന്. പക്ഷേ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം കൊടുത്ത അതേ മനുഷ്യർ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെയും എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെയും അതേപോലെ മറ്റെന്തോ കാര്യത്തിനു വേണ്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒട്ടേറെ മനുഷ്യർ വരും. പക്ഷെ കരയുമ്പോൾ ചേർത്ത് നിർത്തുന്ന പ്രമോദ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിങ്ങളൊന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ പിന്തുണ എന്നാണ്. ഒരു മനുഷ്യൻ എത്ര ഉയരത്തിൽ നിൽക്കുമ്പോൾ അയാളെ സ്നേഹിക്കാനും കൂടെ നിർത്താനും കുറെ ആൾക്കാരുണ്ടാകും. പക്ഷെ ആ മനുഷ്യൻ ഒരടി പിറകോട്ട് പോകുമ്പോൾ ചേർത്ത് നിർത്താൻ ന്യൂ ഇയർ ക്ലബിലെ അംഗങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ മനസ്സുണ്ടല്ലോ, അതെന്റെ മരണത്തിൽ ഏത് നിമിഷമാണോ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം നിലനിൽക്കുന്നത്, ആ അവസാന നിമിഷം വരെ ന്യൂ ഇയർ ക്ലബും നിങ്ങൾ നൽകിയിട്ടുള്ള ഈ പിന്തുണയും എന്റെ ഹൃദയത്തിനകത്തുണ്ടാകും. നിങ്ങൾ പോകുന്ന വഴികളിൽ നന്മയുടെ പൂക്കൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ചിന്തകൾക്കകത്ത് നന്മയുടെ വർത്തമാനങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ സഹജീവികളോടും സ്നേഹം ഉണ്ടാകട്ടെ. 2026 ഈ 12 മണിക്ക് ശേഷം ഉണ്ടാകുന്ന പുതുവർഷ പുലരി പുതിയ സ്നേഹത്തിന്റെ വഴികൾ ഒരുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട്